ഞാൻ ഇന്ന് നിങ്ങളെ എൻ്റെ ചുറ്റിനും കാണുന്ന ഈ മഞ്ഞ പുഷ്പങ്ങളെ പരിചയപ്പെടുത്താം. ഇതിൻ്റെ പേര് ഡാൻഡിലയൻസ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഡെയ്സി പുഷ്പങ്ങളുടെ, ജമന്തി പുഷ്പങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പുഷ്പങ്ങളാണിവ. ഈ ചെടിയുടെ വില അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വീടുകൾ മാത്രമാണ്, കളകൾ മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ വില അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി ട്രഡീഷണൽ മെഡിസിനിൽ, അതായത് പാരമ്പര്യമായിട്ടുള്ള മരുന്ന് കൂട്ടങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു ഹെർബാണിത്. ഇതിൻ്റെ ഇലകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ ഇലകളിൽ നിന്നാണ് ഇതിൻ്റെ പേര് വന്നത്. ഡാൻഡിലയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സിംഹങ്ങളുടെ പല്ലുകൾ, സിംഹങ്ങളുടെ താടിയില് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഈ ഇലകളുടെ ഷേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ സിംഹത്തിൻ്റെ താടിയില് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് തന്നെ, ഡാൻഡിലയൻസ്. ഈ ചെടിയുടെ എല്ലാ ഭാഗവും ഒരുപോലെ പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമാകും എന്നുള്ളത് തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഇത് കെയർഫുൾ ആയിട്ട് പിഴുത് എടുത്തതിന് ശേഷം ഇതിൻ്റെ വേരുകൾ മുറിച്ച് ചായ ഉണ്ടാക്കി കുടിക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് സാലഡുകൾ ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം. ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ച്, ഇതിൻ്റെ ഫ്ലേവർ ഉപയോഗിച്ച് നല്ല ടീ നമുക്ക് ഉണ്ടാക്കുവാൻ സാധ്യമായി തീരും. ഈ ഡാൻഡിലയൻസിൻ്റെ ഗുണമേന്മകൾ എന്തൊക്കെയാണ്? ഇത് ലിവർ, കിഡ്നി ഫംഗ്ഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെർബാണ്. ബ്ലഡ് ഷുഗറിനെയും കൊളസ്ട്രോളിനെയും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഈ ചെടികൾക്ക് ശക്തിയുണ്ട്. മനുഷ്യന്റെ ദഹന വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചെടികളിൽ നിറയെ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി എലമെന്റുകളുമാണുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ വില അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിലയേറിയ ഒരു ഹെർബാണ്. ഇതിന്റെ വേരിനും ഇതിന്റെ ഇലകൾക്കും ഇതിന്റെ പൂക്കൾക്കുമെല്ലാം ഒരുപോലെ പ്രാധാന്യമാണുള്ളത്. എന്നാൽ ഇതിന്റെ വില അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം പുല്ലിൻ്റെ കൂടെ അവർ ഇതിനെയും വെട്ടിക്കളയും. ഈ ചെടി നിറയെ ഗുണങ്ങൾ മാത്രമല്ല, നമുക്ക് നൽകുന്ന ഒരു ജീവിത പാഠം കൂടിയുണ്ട്. ആ ജീവിത പാഠം എന്ന് പറയുന്നത്, നമ്മുടെ വില അറിയാൻ വയ്യാത്തവരുടെ മുൻപിൽ നാം എപ്പോഴും ഒരു കള മാത്രമായിരിക്കും. നാം അവിടെ നിന്ന് പിഴുതു മാറ്റപ്പെടേണ്ടവരാണെന്ന് അവർ ചിന്തിക്കും. നാം ഒരു അധികപ്പറ്റായി അവിടെ വളരുക തന്നെ ചെയ്യും. ഒരവസരം വരുമ്പോൾ അവർ അതിനെ പറിച്ചു കളയുക തന്നെ ചെയ്യും. ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ജീവിത ചുറ്റുപാടുകളിൽ നിങ്ങളെ ആർക്കും വേണ്ടാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ആർക്കും നിങ്ങളെ വേണ്ട എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മൂല്യം കുറയുന്നില്ല. നിങ്ങളുടെ മൂല്യം അവർ അർഹിക്കുന്നില്ല. നിങ്ങളുടെ മൂല്യം അവർ ഇതുവരെയും ഗണിച്ചെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. അത് നിങ്ങളുടെ പ്രശ്നമല്ല, അത് അവരുടെ പ്രശ്നമാണ്. നിങ്ങളുടെ മൂല്യം അത് നിങ്ങളിൽ തന്നെ നിലനിൽപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. മനുഷ്യൻ്റെ വിലയുടെ പരിപൂർണത നമുക്ക് മനസ്സിലാകുന്നത് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമാണ്. കാരണം നമ്മളെ ഉണ്ടാക്കിയ ദൈവമാണല്ലോ. ഈ ഭൂമിയിലുള്ള സകലരും നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ആവശ്യമുള്ള ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന് നമ്മളെ അബാൻഡൻ ചെയ്യുവാൻ സാധ്യമാവുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ ദൈവമാണ് നമ്മെ ഉണ്ടാക്കിയത്.